പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. ഇന്ന് 16-ാം ദിവസമാണ്. ദുഃഖത്തിൻ്റെ 4-ാം ദിവ്യരഹസ്യം നമ്മൾ ധ്യാനിക്കുകയാണ്. നമുക്ക് പരിശുദ്ധ അമ്മയോട് ആയിരിക്കാം. പരിശുദ്ധമ്മ മാതാവേ, ഞങ്ങൾ അങ്ങേയറ്റം യേശുവിനെ സ്നേഹിക്കുന്നു. അമ്മ മാതാവേ, അതുകൊണ്ട് തന്നെ അമ്മ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം അമ്മയാണ്. അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സ്വന്തം അമ്മയായി ആ ഒരു വലിയ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകേ മാതേ, നിൻ മക്കൾ നിൻ മുൻപിൽ നിൽക്കുന്നു, കൈവിടല്ലേ. അമ്മേ കാത്തിടണേ. പരിശുദ്ധ കന്യകേ മാതേ, നിൻ മക്കൾ നിൻ മുൻപിൽ നിൽക്കുന്നു, കൈവിടല്ലേ. അമ്മേ കാത്തിടണേ. ദുഃഖത്തിൻ്റെ 4-ാം ദിവ്യരഹസ്യം വചനഭാഗം വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിറേനക്കാരൻ ശെമയോൻ നാട്ടിൻ പുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗൊൽഗോൽത്തായിൽ അവർ അവനെ കൊണ്ടുവന്നു. മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു. അവനത് കുടിച്ചില്ല. യേശുവിനെ മരണത്തിന് വിധിച്ചതിന് ശേഷം കൂടുതൽ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് ആ ഭാരമുള്ള കുരിശ് യേശുവിനെ തോളിൽ വെച്ചു കൊടുത്തത്. എന്നാൽ ഇത് വലിയ ഒരു ദൈവത്തിൻ്റെ പദ്ധതിയാണ്, വലിയൊരു രഹസ്യമാണ്. കാരണം കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണ്. ദൈവത്തിന് മനുഷ്യരോടുള്ള ആ സ്നേഹത്തിൻ്റെ അടയാളമാണ് കുരിശ്. യേശുവിനെ കൂടുതൽ അപമാനിക്കാനാണ് ഈ കുരിശ് തോളിൽ വെച്ചതെങ്കിൽ, യേശുവിനെ നമ്മളെ കൂടുതൽ സ്നേഹിക്കാനാണ് യഥാർത്ഥത്തിൽ അത് അവസരമൊരുക്കിയത്. അപ്പോൾ കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കുരിശിനെ കാണേണ്ടത്? ആ കുരിശ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വേദനകളെയാണ് നമ്മൾ കുരിശായി പറയുന്നത്. എന്തു ആയിക്കോട്ടെ, വേദന ആയിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിത്തരുന്നതെല്ലാം കുരിശുകളാണ്. അത് സ്നേഹത്തിൻ്റെ അടയാളമാണ് താനും. ദൈവം ഒരുക്കുന്നതെല്ലാം സ്നേഹത്തിൻ്റെ അടയാളമാണെന്ന് കരുതിക്കൊണ്ട് സ്നേഹം പങ്കുവെക്കുന്നവരായി നമുക്ക് മാറാം. നമ്മളുമായി ജീവിതത്തിൽ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും സ്നേഹം കൊടുക്കുന്നവരായി നമുക്ക് മാറാം. കാരണം കുരിശിൻ്റെ അടയാളമാണ് സ്നേഹം എന്ന് നമുക്ക് അറിയാം. എനിക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ അടയാളമായ കുരിശ് ചുമന്ന യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ളത് സ്നേഹമാണ്. അതുകൊണ്ട് ഇനി മുതൽ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്നത്
എന്തുമായിക്കോട്ടെ. ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങേയറ്റം വലിയ ആനന്ദം തരുന്ന അവസ്ഥകളായിരിക്കാം. എല്ലാം ദൈവം തരുന്നതാണ്. ദൈവം തന്നതെല്ലാം സ്നേഹമായി മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള വലിയൊരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖത്തിൻ്റെ 4-ാം രഹസ്യം നമ്മളിങ്ങനെയാണ് ധ്യാനിക്കുന്നത്. കർത്താവ് ഈശോമിശിഹായെ, അങ്ങ് മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം അങ്ങയെ കൂടുതൽ അപമാനിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ തിരുത്തോളിൽ ഭാരമുള്ള കുരിശ് ചുമത്തപ്പെട്ടു എന്ന് ഞങ്ങൾ ധ്യാനിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: അമ്മേ മാതാവേ, സ്നേഹത്തിൻ്റെ അടയാളമായ കുരിശ് ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള കൃപയ്ക്കായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദുഃഖത്തിൻ്റെ 4-ാം ദിവരേശ്യം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.